ടു മൈ വെന്യൂ. അപ്പോൾ ഇനിയിപ്പോൾ ഫെസ്റ്റിവൽസ് ഒക്കെ വരാണ്. എല്ലാം എന്താ പറയുക, പെരുന്നാൾ വരുന്നു, പിന്നെ ഈസ്റ്റർ വരുന്നു, വിഷു വരുന്നു. അപ്പം നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് വരാണ്, മാരേജും എല്ലാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇനി കുറച്ച് ഫങ്ഷൻ വെയർ ആയിട്ടുള്ളത് തന്നെ കാണിക്കാന്ന് വെച്ചു. അപ്പോൾ ഞാനിത് നമ്മൾ ഇത് കണ്ടില്ല ഇപ്പോൾ കാണിക്കുന്നത്, അത് ഫാബ്രിക് വന്നിട്ട് പ്യുവർ ചിനോൺ ഫാബ്രിക് ആണ്. ഫസ്റ്റ് തന്നെ പറയുന്നത് ഡ്രൈ വാഷ് ചെയ്യണം, കെയർ ചെയ്യേണ്ട മെറ്റീരിയലാണ്. ചെയ്തിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് നെക്കിലോട്ട് കൊടുത്തേക്കുന്നത്. അതും നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് വെച്ചിട്ട് അടിപൊളി കളറാണ്, ഏറ്റവും സൂപ്പർ, എല്ലാവരുടെയും ഫേവറേറ്റ്. അല്ല ഈ ഒരു ബേബി പിങ്ക് കളറും ഈ ഒരു ടൈ ആൻഡ് ഡൈ ചെയ്തിട്ട് താഴോട്ട് ഇതുപോലെ ഡാർക്ക് റാണി പിങ്ക് കളറും മുകളിലോട്ട് ഇതുപോലെ ലൈറ്റർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. എല്ലാം നമുക്ക് ഫേസിന് നല്ലൊരു കളർ ഉണ്ടാവുന്ന കളറായിട്ട് പാനൽ ചെയ്തേക്കുന്ന ആട്ടോ. ഫുള്ളി പാനലാണ് ഇതുപോലെ ഫുൾ. അതുകൊണ്ട് തന്നെ നല്ല ഷേപ്പാവും. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് കുറച്ചും കൂടെ എൻ്റെ ഒരു വലിയ സൈസാണ്. കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ട് വേണം എന്നുള്ളവർക്ക് ഇതേപോലെ ഷേപ്പിലിടണം. കണ്ടോ? അപ്പൊ തലയിലൊക്കെ ഇടുന്ന കസ്റ്റമേഴ്സിനാണെങ്കിൽ ഇതുപോലെ അതങ്ങനെ തന്നെ തലയിൽ കിടന്നോളും. കണ്ടോ? നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് തലയിൽ ഇതുപോലെ തന്നെ കിടന്നോളും. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അഴിഞ്ഞു പോകില്ല, ട്രാൻസ്പെറൻറ്റും അല്ലല്ലോ. അപ്പൊ ഇതുപോലെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. പ്യുവർ ഫാബ്രിക്കും കൂടെ ആവുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമാണ്. ഇതാണ് സ്ലീവിന്റെ എൻഡിലോട്ട് ഈ ഒരു വർക്ക് വരുന്നത്. കണ്ടോ? സ്ലീവിന്റെ എൻഡിൽ ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ആ ഫുൾ ഇതൊരു കാണുള്ളൂ. ഫ്ലോർ ലെങ്ത് ആണ് ഇതുപോലെ. കണ്ടോ? ഫ്ലോർ ലെങ്ത് ആണ് ഇതേപോലെ വരുന്നത്. ഓക്കെ, പോയി ചെറിയ സൈസ്. അപ്പൊ ഞാനിപ്പം ഈ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്റെ സൈസ് അല്ലാത്തത് ഇട്ട് കാണിക്കുന്നതാണ്. ഇതിന്റെ ദുപ്പട്ടയിൽ അതുപോലെ ഒരു സീക്വൻസ് കണ്ടോ? ഓൾ ഓവർ ഒരു സീക്വൻസ് വർക്ക് ഉണ്ട് ഇതുപോലെ. കണ്ടോ? ഇതുപോലെ ഉണ്ട്. എല്ലായിടത്തും സ്കാറ്റർ ചെയ്തിട്ട് ഒരു സീക്വൻസ് വർക്ക് നമ്മൾ ദുപ്പട്ടയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻഡിൽ ടാസൽസ് ഒക്കെ വെച്ചിട്ട് ഇതിന്റെ താഴോട്ടുള്ള ഷെയ്ഡ് കണ്ടു, ഡാർക്കർ ടോൺ താഴോട്ട് വന്നിട്ട് മുകളിലോട്ട് ഇതുപോലെ ലൈറ്റർ ടോൺ. ഇത് നല്ല ഭംഗിയായിട്ടുള്ള നെക്കും വൈഡായിട്ട് ഇതുപോലെ ഫുള്ളി വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നെക്കിന്റെ ഡിസൈൻ വരുന്നത്. ഇതേപോലെ ഉണ്ടോ? കേട്ടോ? പിന്നെ സ്ലീവിന്റെ എൻഡിലേക്കും സെയിം ഇതേപോലെ തന്നെ വർക്ക് ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് ടോപ്പ്. ഇതുപോലെ ടോപ്പ് ദുപ്പട്ട. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് കളേഴ്സിൽ ഇത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു എപ്പോഴും കാണുന്ന ഷെയ്ഡ്സിനേക്കാളും നമുക്ക് റെയർ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇതിന്റെ വർക്ക് കണ്ടോ? നെക്കിലോട്ട് ഇതേപോലെ ഫുള്ളി സിൽവർ കളർ ബീഡ്സ് വെച്ചിട്ടുള്ള വർക്കാണ് ഇതിനകത്തോട്ട് ചെയ്തേക്കുന്നത്. അത് ഈ നെക്കിൽ മാത്രമല്ല, നെക്കിലെ വർക്ക് വീനൊക്കെ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിന്റെ ആ ഒരു ടോപ്പിന്റെ ഈ ഒരു ദാമൻ പോർഷനിലെ വർക്ക് കണ്ടോ? ഇതുപോലെ നല്ല ഭംഗിയായിട്ട് സിൽവർ കളർ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഇതേപോലെയാണ് അതിന്റെ എൻഡിലോട്ടുള്ള വർക്ക് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ടോപ്പ് ലെങ്ത് വരുന്നത് ഇതേപോലെ ഒരു 47 ഒക്കെ വരുന്നുള്ളൂ. ടോപ്പിന്റെ ലെങ്ത് കുറച്ച് അത്രയും ലെങ്ത് വേണ്ടെന്നുള്ളവർക്ക് പിന്നെ ഇതുപോലെ രണ്ട് സൈഡ് ബോർഡർ വരുന്നത് നല്ല പ്യുവർ ആയിട്ടുള്ള മൽക്കോട്ടൺ ചന്ദേരി സിൽക്ക് ഫാബ്രിക് ആണ്. ചന്ദേരി സിൽക്കാണ് ഇതിന്റെ ടോപ്പിന്റെ ഫാബ്രിക് വരുന്നത്. ഇതുപോലെ രണ്ട് സൈഡിലോട്ടും ബോർഡറും ഒക്കെ ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ടയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത പാറ്റേൺ. എപ്പോഴും നമ്മൾ ഈ ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ളതും എല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല കരിഞ്ഞ മെറൂൺ ആണ്. അതിന്റെ കളർ വരുന്നത് നല്ല അടിപൊളി കളറാണ്. മൽച്ചന്തേരിയാണ് ഞാനിപ്പോൾ കാണിച്ചതിന്റെ ഒക്കെ ഫാബ്രിക് മൽച്ചന്തേരിയാണ് നേരത്തെ കാണിച്ചതും. അതിനകത്തോട്ട് നല്ല മെറൂൺ കളറിലോട്ട് ഇതേപോലെ നല്ല സ്പെഷ്യൽ ആയിട്ട് ഒരു യോക്കൊക്കെ കൊടുത്ത് അല്ല ഒരു വി നെക്ക് ഇതുപോലെ ഒരു ഇതൊക്കെ കൊടുത്ത് ചെറിയ ഗ്യാദേഴ്സ് ഫ്രണ്ടിൽ കൊടുത്ത് നല്ല ഏറ്റവും സൂപ്പർ ഇതിന്റെ കളറാണ് കേട്ടോ. അപ്പൊ 3 പീസ് സെറ്റ് കഴിഞ്ഞാൽ ഇതും ചെയ്തേക്കുന്നത്. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് പ്യുവർ മൽക്കോട്ടൺ ഫാബ്രിക്കിലോട്ട്. മൽക്കോട്ടൺ ആണോ സിൽക്ക് ആണോ എന്നറിയില്ല, നല്ല സ്മൂത്ത് ആണ്. ഇതിനകത്തോട്ട് ഓൾ ഓവർ ഒരു സീക്വൻസും ഉണ്ട്. പിന്നെ ആ ഒരു ടോപ്പിന്റെ എൻഡിലോട്ട് വന്നേക്കുന്ന ഗോട്ടയുടെ വെച്ചിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ഇതിനകത്തോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഫുള്ളി വർക്ക് ആണ് ഇതിനകത്തോട്ട് വരുന്നത്, ത്രെഡ് വർക്ക്. ഞാൻ കാണിച്ചു തരാം ക്ലോസ് ആയിട്ട്. ഇതാണ് നെക്കിന്റെ ക്ലോസർ വ്യൂ. കണ്ടോ? ഫുൾ ഗോട്ട വർക്കും ത്രെഡ് വർക്ക് ഉണ്ട്. കണ്ടോ? അതിന്റെ സൈഡിൽ കൂടെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ എൻഡിലോട്ട് ഇതേപോലെ ദാമൻ പോർഷനിൽ ഇതേപോലെ ഈ ഒരു ത്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ത്രെഡ് കൊണ്ടുള്ള വർക്ക് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ടോപ്പ് ബോട്ടം ദുപ്പട്ട 3 പീസ് സെറ്റ് ആയിട്ടാണ്. ഇതേപോലെ നിങ്ങൾക്ക് സ്റ്റൈലായിട്ട് ഇതേപോലെ ഒരു ടോപ്പ് ഓൺലി ആയിട്ട് വെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലുക്കായിരിക്കും. നല്ല ഒരു ലൂസ് ഫിറ്റിലൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഒരു ഫ്രോക്ക് പോലെയൊക്കെ നമുക്ക് ഇങ്ങനെ വെയർ ചെയ്യാവുന്നതാണ്. അതല്ല 3 പീസ് സെറ്റ് ആയിട്ട് അങ്ങനെയും. ഓക്കെ, അതിന്റെ യൂസ് വരുന്നത് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഫ്ലവറൊക്കെ ഇതേപോലെ കാണിച്ച് നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കേട്ടോ? സെന്ററിൽ ഫ്ലവറൊക്കെ വന്നിട്ട് ഇതുപോലെ ഉണ്ട്. കളർ ബീഡ്സ് ആണ് കേട്ടോ. സിൽവർ കളർ വെച്ചിട്ട് ഇതേപോലെ ഒരു സ്റ്റൈലിലോട്ട് ഫുൾ കൊടുത്തിട്ടുണ്ട്. ഫുള്ളി പാനൽ ചെയ്തിട്ടാണ്. അതിനകത്തോട്ടും ഒരു സ്കാറ്റർ ചെയ്തിട്ടുള്ള സീക്വൻസ് ഉണ്ട്. സ്ലീവിന്റെ എൻഡിലോട്ട് ഇതേപോലെ സിൽവർ കളർ ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള വർക്കാണ്. സ്ലീവിലും ഓൾസോ ആ ഒരു ബീഡ്സിന്റെ വർക്ക് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ബോട്ടോ ആണ് ഞാൻ ഇതിനകത്ത് വേറെ എടുക്കുന്നത്. ബോട്ടോ ഞാൻ പറയാം എന്റെ സൈസ് അല്ല ഒന്നും. അപ്പോൾ ഇതിന്റെ ദുപ്പട്ട കണ്ടോ? അതാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം തലയിൽ ഇടാൻ പറ്റിയ അതുപോലെ നല്ല ഒരു വൺ സൈഡിൽ സ്കാൽപ്പൊക്കെ വെച്ചിട്ട് പെരുന്നാളിന് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ആണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് തലയിലൊക്കെ കിടക്കും എല്ലാവരും ചോദിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ
ഇതുപോലെ തലയിലൊക്കെ ഇട്ട് നല്ല യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ആ ഒരു സ്കാൽപ്പ് ഡിസൈൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും. ഇതുപോലെ നേരത്തെ കാണിച്ചതിൻ്റെ അത് കേട്ടോ, ഇതുപോലെ ഇടാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ്. നല്ല അടിപൊളിയായിട്ട് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ മൽച്ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത്. അപ്പം ഇതും ഇതേപോലെ ഈ ഒരു പാറ്റേൺ നല്ല, നമുക്ക് ഇതെല്ലാം ലിമിറ്റഡ് മെറ്റീരിയലേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഫുൾ ഇതേപോലെ താഴോട്ട് ഒരു ഹീൽസിന്റെ ഒപ്പം കിടക്കുന്ന ടൈപ്പാണ് ഇപ്പൊ നല്ല ട്രെൻഡായിട്ട് അടിപൊളി. അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഇതുപോലെ ഫുൾ, അതുപോലെ ഇതിന്റെ ഈ ഒരു എൻഡ് പോർഷനിൽ ഫുൾ ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. അത് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. അതുപോലെ ഇതിന്റെ നെക്ക് പോർഷനിലേക്കും നമ്മൾ ഈ ചെയ്തേക്കുന്ന ഫുള്ളി ഹാൻഡ് വർക്ക് ആണ്. ഇതിന്റെ എൻഡിലോട്ട് ദുപ്പട്ടയുടെ എൻഡിലും സ്കാലപ്പ് വർക്ക് വിത്ത് ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇത് പ്യുവർ വിസ്കോസ് ഓർഗൻസയാണ് ദുപ്പട്ട വരുന്നത്, പ്യുവർ വിസ്കോസ് ഓർഗൻസയിലോട്ട്. എന്നിട്ട് ഫാബ്രിക് ടോപ്പിന്റെ ചെയ്തേക്കുന്ന പ്യുവർ ചിനോൺ ആണ്. അതുകൊണ്ട് തന്നെ ഡ്രൈ വാഷ് ചെയ്യണം, കെയർ ചെയ്യണം. അത്രയും പ്യുവർ ഫാബ്രിക്സ് വരുമ്പോൾ നമ്മൾ അത്രയും കെയർ ചെയ്യേണ്ടതാണ്. അപ്പം ഇതിന്റെ ഒരു ലുക്ക് ഇതാണ്. താഴോട്ട് കണ്ടോ, എന്ത് ബ്യൂട്ടിഫുൾ വർക്കാണ്. ഇതാ ഇതുപോലെയാണ് അതിന്റെ ലുക്ക് വരുന്നത്. കേട്ടോ, ഞാൻ അതിന്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു പിക്ക് അയച്ചു തരാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഇതുപോലെ ഇതും തലക്കോടൊക്കെ ഇട്ട് നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. കേട്ടോ, ഇങ്ങനെ. ഓക്കെ, ഇതാ എൻ പോർഷനിലെ വർക്ക് കണ്ടോ, ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള വർക്കാണ്. ഇതേപോലെ ഇതാ